അതൊരു നല്ലൊരു കുടുംബമാണ് ബ്രദറെ. അതായത് അവർ രണ്ടുപേരും മാമോദിസ സ്വീകരിച്ചവരാണ്, അവർ നിരന്തരം പള്ളിയിൽ പോകുന്നവരാണ്, അവർ നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരാണ്. എന്നിട്ടും അവരുടെ കുടുംബം ശരിക്കും ഒരു യുദ്ധക്കളം പോലെയാണ്, ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ്. അതിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന പോലെയാണ് ആ കുടുംബത്തിൽ പോയാൽ. ഏതാണെങ്കിലും ഇവിടെ അതിർത്തിയിൽ നിൽക്കുന്നത് പോലും നല്ല, ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്തതുപോലെ തന്നെ ആയി കാര്യങ്ങൾ എന്നാണല്ലോ ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തലക്കടിച്ചു എന്നോ മാന്തി എന്നോ കടിച്ചു എന്നൊക്കെയാണല്ലോ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആഘോഷമാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ. കുടുംബ പ്രശ്നമാണ്, ഏത് വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകും, എല്ലാ സമുദായങ്ങളുടെ അകത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. ഇവിടെ ഇസ്ലാമൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഇസ്ലാമിൽ ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാം വിട്ടുപോയി മുസ്ലിമീങ്ങളെ കുറിച്ചും ഖുർആനിനെ സംബന്ധിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് അപരാധങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിച്ചു. രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ പറ്റുന്ന നിലക്കുള്ള പല പ്രചാരണങ്ങളും നടത്തി. അങ്ങനെ പല ആളുകളും അവരുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇയാളെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തുകയും കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ അവസാനം അവരെല്ലാം ഉപേക്ഷിച്ചൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വർഗീയതയും വിദ്വേഷവും ഈ തമ്മിലടിയും ഒക്കെ പ്രചരിപ്പിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അവരുടെയൊക്കെ ഗതി ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്ന കാര്യമാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി, നാട്ടുകാർക്ക് ടൺ കണക്കിന് ഉപദേശം കൊടുത്തിരുന്ന ആളുകളാണ്. മോട്ടിവേഷൻ കൊടുക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്. വളരെ പ്രസക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. വളരെ വലിയ മോട്ടിവേഷനായിട്ട് ഇവരുടെയൊക്കെ വീഡിയോ ഒക്കെ താഴെ പലരും വന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വന്ന് കമന്റ് ഇട്ടിരുന്നത് എന്താണെന്നറിയോ? മാതൃകാ ദമ്പതികൾ, അതുപോലെ തന്നെ ആ ചേട്ടൻ്റെ ഒരു ഭാഗ്യം, എത്ര നല്ലൊരു ഭാര്യയാണ് അയാൾക്ക് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. ഇവരുടെയൊക്കെ ഈ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്തിട്ടേ ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്, 100 തെങ്ങുള്ള നായർക്ക് പല്ലു കുത്താൻ ഈർക്കിളില്ല എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അവസാനം നാട്ടുകാരുടെ ഒക്കെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇറങ്ങിയ ഇവരുടെ കുടുംബ പ്രശ്നം തീർക്കാൻ അവസാനം പോലീസും കോടതിയും ഒക്കെ വേണ്ടി വന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഏതാണെങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് ചിന്താപാഠങ്ങളുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ ചുരുങ്ങിയ നിലക്ക് പറയാനുള്ളത്.